ഓം അഗത്തീശ്വരായ നമ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. സന്ധ്യാസമയത്ത് മത്സ്യമാംസാദികൾ വീട്ടിൽ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദോഷത്തെ വിളിച്ചു വരുത്തും എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് വല്ല പ്രതിവിധിയോ ഉണ്ടോ? ഇത് നമ്മൾ അസ്ട്രോളജിക്കലി ഒന്ന് ഡീകോഡ് ചെയ്ത് പറയുന്നതാണ്. ചിലപ്പോൾ ഇതൊരു അന്ധവിശ്വാസമായിട്ട് തോന്നാം. നമ്മൾ സന്ധ്യാസമയം, പല സന്ധ്യ ഉണ്ട്. രാവിലെയുള്ള പ്രഭാത സന്ധ്യ, വൈകിട്ടുള്ള സായാഹ്ന സന്ധ്യ, അല്ലെങ്കിൽ വൈകിട്ടുള്ള സന്ധ്യ. അപ്പൊ പ്രദോഷ സന്ധ്യയും പ്രഭാത സന്ധ്യയും രണ്ട് പ്രധാനപ്പെട്ട സന്ധ്യകൾ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന വൈകിട്ടത്തുള്ള സന്ധ്യാസമയത്ത്. പരമാവധി ഈ സമയത്ത് വീടുകളിൽ നോൺ വെജ് കുക്ക് ചെയ്യണമെന്ന് വരിക. നോൺ വെജ് എന്ന് പറഞ്ഞാൽ ഇറച്ചി, മുട്ട, മാംസങ്ങൾ കുക്ക് ചെയ്യുന്നത് നല്ലതല്ല എന്നാണ് പറഞ്ഞത്. പഴയ ആളുകൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ പിന്നെ എപ്പോഴാ കുക്ക് ചെയ്യുക എന്നൊരു ക്വസ്റ്റ്യൻ വരും. ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. വൈകിട്ട് സാധാരണ ഹിന്ദുക്കളുടെ വീട്ടില് പഴയ കാലങ്ങളിൽ വിളക്ക്, അഗർബത്തി, അതായത് ചന്ദനത്തിരി, ചന്ദനത്തിരി എന്ന് പറയുന്നത് അല്ല, അഗർബത്തിയാണ് ഉദ്ദേശിച്ചത്. ചന്ദനത്തിരി എന്ന് പറയുന്നുള്ളൂ. അതായത് എന്തെങ്കിലും സുഗന്ധങ്ങൾ പൂജിക്കുക, ഒന്ന് രണ്ട് പുഷ്പങ്ങള് വിളക്കിന്റെ ഒരു സാധാരണ രീതിയിൽ പഴയ കാലത്തെ വിളക്ക് ഒരു തട്ടത്തിൽ വെച്ചിട്ട് ആ വിളക്കില് ദീപം ഒക്കെ കത്തിച്ച് വെക്കും, നിലവിളക്ക്. അപ്പൊ ഈ തട്ടത്തിൽ എന്ത് ചെയ്യാം, പുഷ്പങ്ങള് ഇടും. ചില വീടുകളിൽ ഒരു കിണ്ടിയില്, വാൽക്കിണ്ടിയില് ജലം കൊണ്ടുവയ്ക്കുകയും ചെയ്യും. ഇന്നത്തെ കാലത്ത് വിളക്ക് വെക്കല് തന്നെ പല വീടുകളിലും കുറവാണ്. എന്നാൽ പലപ്പോഴും പല വീടുകളിലും പൂജാമുറിയുണ്ട്. പൂജാമുറി ഉള്ള വീടുകളിൽ ഇത് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ഇറച്ചി, മുട്ട, മാംസം ഇവ സന്ധ്യാസമയത്ത് കുക്ക് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. പൂജാമുറിയിൽ അസ്തമയം അടുക്കുമ്പോൾ ഉള്ള സമയത്ത് പൂജ നടത്തും. പൂജ നടത്തുന്ന സമയം നോൺ വെജ് കുക്ക് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കണം എന്ന് പറയും. അത് പറഞ്ഞിട്ട് അതിനുള്ള പ്രതിവിധി പറയും. കാരണം എന്താന്ന് പറഞ്ഞാൽ, നോൺ വെജ് എന്ന് പറഞ്ഞാൽ രാഹു എന്ന് പറയുന്ന ഗ്രഹവും കേതു എന്ന് പറയുന്ന രണ്ട് ഛായാഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങളുടെ കാരകത്വമാണ് ഉള്ളത്. ചിലതിന് മാന്തി എന്ന് പറയുന്ന ഗുളികന്റെയും കാരകത്വം ഉണ്ട്. ഈ മൂന്ന് ഗ്രഹങ്ങള് ആണ് ഇവിടെ പ്രധാനമായിട്ടും ഇറച്ചി, മുട്ട, മാംസം മുതലായ കാര്യങ്ങൾ, ആ ആഹാര സാധനങ്ങളുടെ കാരകത്വം, അതായത് എനർജി ലെവൽ. അതിന്റെ എനർജി എന്ന് പറഞ്ഞാൽ രാഹുവിന്റെ കേതുവിന്റെ എനർജിയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. പൂജാമുറിയിൽ വിളക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, വിളക്ക് എത്തിച്ച്, ചന്ദനത്തിരി എത്തിച്ച്, പുഷ്പങ്ങൾ എത്തിച്ച്, ഈ പൂജ എന്ന് പറയുന്ന പരിപാടി ഗുരുവിന്റെ കാരകത്വം. ആരാ? ഗുരു അഥവാ വ്യാഴം. വ്യാഴത്തിന്റെ പ്രവൃത്തിയാണ് പൂജ. വിളക്ക് എന്ന് പറയുന്നത് കത്തുന്ന ദീപം, ഓരോന്നിനും ഓരോ കാരകത്വം ഉണ്ട്. വിളക്കുന്ന എണ്ണ ചന്ദ്രനാണെന്നും, അതിൽ കത്തുന്ന തിരി സൂര്യനാണെന്നും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോന്നിനും ഓരോ ഷഡാധാരങ്ങൾ വരെയുണ്ട്. എന്നാലും ചുരുക്കി പറഞ്ഞാൽ വിളക്ക് കത്തിക്കുക, പ്രാർത്ഥിക്കുക, ഇതൊക്കെ വ്യാഴത്തിന്റെ കാരകത്വമാണ്. മുന്നേ ക്ലാസ്സിൽ പറഞ്ഞ മാതിരി അവിടെ കത്തിച്ചു വെക്കുന്ന അഗർബത്തികള് ദൈവിക ഗന്ധമായതുകൊണ്ട് അത് വ്യാഴത്തിന്റെ കാരകത്വം. ഈ ഗന്ധം കണക്ട് ചെയ്ത് പറയാം. ആ ഗന്ധവും ഇറച്ചി മീൻ പാകം ചെയ്യുമ്പോൾ വരുന്ന ഗന്ധവും നേരെ ഓപ്പോസിറ്റ് ആണ്. ഇത് രാഹുവിന്റെ മണം, ഇത് വ്യാഴത്തിന്റെ മണം. ഇത് രണ്ടും കൂടി കൂടിച്ചേർന്ന രാഹു പ്ലസ് ഗുരു, ധനനഷ്ടം. എന്തുവരും? ധനനഷ്ടം. ഇതൊരു ബാറിലാണ് ചെയ്യണമെങ്കിൽ, ഒരു ബാറ് എന്ന് പറയുമ്പോൾ രാഹു പ്ലസ് ഗുരു എന്ന് പറയുന്ന കോമ്പിനേഷൻ ആണ്. ഇതൊരു ബാറിലാണ് ഇത് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു നോൺ വെജ് റെസ്റ്റോറൻറ്റിലാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ പണം രാഹുവിന്റെ കാരകത്വത്താൽ വരുമെന്ന്, മദ്യത്താലും നോൺ വെജിനാലും വരുമെന്ന്. പക്ഷെ ഒരു വീട്ടിൽ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ പണം വരികയല്ല ചെയ്യുന്നത്. ധനനഷ്ടം രാഹു, അല്ലെങ്കിൽ കേതു ഗുരു എന്ന് പറഞ്ഞാൽ ധനനഷ്ടം. രാഹു ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ധനം
അമിതമായിട്ട് ചെലവഴിച്ചിട്ടോ രോഗങ്ങൾ കൊണ്ടോ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് വരുന്നത്. ഇത് പ്രശ്നം വെക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഡീകോഡ് ചെയ്യണതിനെന്ന് പറഞ്ഞാൽ പ്രശ്നം വെക്കുമ്പോൾ ഈ ഗ്രഹത്തിന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, വീട്ടില് നിങ്ങൾ സന്ധ്യാസമയത്ത് പൂജാമുറി ഉണ്ടായിട്ടും പൂജാമുറിയൊക്കെ തുറന്ന് ഇരുന്ന് ഒരാൾ പ്രാർത്ഥിച്ച് മണിയടിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് വീട്ടിൽ നോൺ വെജ് അടുക്കള തുറന്ന് ഇട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ 2 മണം കൂടി കൂടിയിട്ട് ജോയിൻ ആവുമ്പോൾ രാഹു പ്ലസ് ഗുരു വരും. അപ്പൊ തൽക്കാലത്തേക്ക് ഇതിനൊരു പോംവഴി എന്താന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങളുടെ അടുക്കള ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള അടുക്കളയാണെങ്കിൽ അടുക്കളയുടെ വാതില് അടച്ചിടുക. എന്നിട്ട് അതിന്റെ സ്മെല്ല് ഇതുമായിട്ട് കലരാതെ സൂക്ഷിക്കുക. പരമാവധി നോൺ വെജ് കുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറയും. ചില വീടുകളിൽ കയറി ചെന്നാൽ അറിയാൻ പറ്റും, മൊത്തം നോൺ വെജിന്റെ സ്മെല്ലായിരിക്കും. എന്തിന് സിറ്റ് ഔട്ട് മുതൽ ഈ നോൺ വെജിന്റെ മത്സ്യത്തിന്റെയും മാംസത്തിന്റെയും കച്ചറ സ്മെല്ലായിരിക്കും. ഇത് കഴിക്കാത്ത ആൾക്കാർ എങ്ങനെ കയറി ചെല്ലും? അപ്പൊ അത് പരമാവധി കുക്ക് ചെയ്യുമ്പോൾ, ഇങ്ങനെയുള്ള സാധനം കുക്ക് ചെയ്യുമ്പോൾ സ്മെല്ല് വരാത്ത രീതിയിൽ അടച്ചിട്ട് കുക്ക് ചെയ്യണേ നല്ലതായിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, ഇനി ആ വീട്ടിൽ അങ്ങനെ തന്നെയാണ്, എപ്പോഴും നോൺ വെജ് ആണ്, നോൺ വെജ് നല്ലോണം ഭക്ഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ വിളക്കൊക്കെ കത്തിക്കുന്നുണ്ടെങ്കിൽ ആ വിളക്ക് കത്തിക്കുന്ന സമയത്ത് കുക്ക് ഒഴിവാക്കുക. അതല്ലെങ്കിൽ പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറി അടച്ചിട്ട് ആ സ്മെല്ലും ഈ സ്മെല്ലും കൂടി പൊരുത്തം മിക്സ് ആവാത്ത രീതിയിൽ ചെയ്യാം. വിളക്ക് ഇറാത്ത് കത്തിച്ചു വെച്ച് ചന്ദനത്തിരിയൊക്കെ കത്തിക്കുന്നുണ്ടെങ്കിൽ സ്മെല്ല് അടുക്കള വാതിൽ അടച്ചോ മറ്റുള്ള വാതിലുകൾ അടച്ചിട്ടോ ആ ഗന്ധം മിക്സ് ആവാത്ത രീതിയിൽ ആക്കേണ്ടതാണ്. ഈ രണ്ടും കൂടി മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കുക, മണം പോലും വൈരുദ്ധ്യമായിട്ട് നിൽക്കുന്നു. പ്രവൃത്തി എന്ന് പറയുന്ന ഒരാൾ പ്രാർത്ഥിച്ച് അഹിംസ പ്രാർത്ഥന, മറ്റുള്ളവർക്ക് നല്ലത് വരട്ടെ തനിക്ക് നല്ലത് വരട്ടെ എന്ന് ദൈവികമായിട്ടുള്ള ഒരു പ്രക്രിയ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മത്സ്യവും മാംസവും വെട്ടി കൂട്ടിയിട്ടിട്ട് പുകച്ച് കത്തിച്ച് കുക്ക് ചെയ്യുന്നു. ആക്ച്വലി തിന്നാനുള്ളതാണെങ്കിലും രണ്ടും ഓപ്പോസിറ്റ് പ്രവർത്തികളാണ്. ഇവിടെ ആളുകൾക്കും 2 ഓപ്പോസിറ്റ് പ്രവർത്തികൾ വരുമ്പോൾ പ്രശ്നമാണ്. അതിനെപ്പറ്റി ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ രാഹു ഗുരു അസുഖം, രാഹു കേതു ധനനഷ്ടം, രോഗങ്ങൾ, ദുരിതങ്ങളൊക്കെ വന്നു പെടുമെന്ന് ഈ രാഹു വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ കോമ്പിനേഷൻ, ഗ്രഹച്ചേർക്കെ എന്ന് തമിഴ് അസ്ട്രോളജിയിലും കേരള അസ്ട്രോളജിയിൽ പറയുന്ന ഗ്രഹയോഗം എന്ന് പറയുന്ന നീച അല്ലെങ്കിൽ ദുർഗ്രഹ യോഗം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് നാശം ഉണ്ടാക്കുന്നതുകൊണ്ട് പറഞ്ഞുകൊണ്ട് നിർത്തിയാണ്. എന്നൊക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം ഭഗവതീശ്വരായ നമഃ.